അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മോമിനികളെ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യണം. രാജ്യത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി. നിങ്ങൾക്കറിയാലോ, പൊരിഞ്ഞ യുദ്ധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ജയവും തോൽവിയുമല്ല, മനുഷ്യൻ്റെ ജീവനാണ് വലുത്, ജീവിതമാണ് വലുത്. കാരുണ്യവാനായ റബ്ബ് പുണ്യമാക്കപ്പെട്ട റമദാനിൻ്റെ ആ ഒരു പവിത്രത കൊണ്ട് സമാധാനമുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കിത്തരട്ടെ. എല്ലാവരും ദുആ ചെയ്യുക. ഏറെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് എനിക്ക് നിങ്ങളോട് ഇന്ന് പറയാനുള്ളത്. വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് ലഹരി. നമ്മുടെ മക്കളെ പോലും നമുക്ക് മനസ്സിലാകുന്നില്ല. സമാധാനമുള്ള കുടുംബ ജീവിതമാണ് ഈ ഒരു നശിച്ച സാധനം മൂലം നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത്. മാതാപിതാക്കൾ പോലും അറിയുന്നില്ല. നമ്മുടെ മക്കൾക്ക് കാറുണ്ട്, ഒരുപാട് പണമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഇത് എവിടെ നിന്ന് ഉണ്ടാകുന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. വീട്ടിലുള്ള നമ്മൾ ശ്രദ്ധിക്കണം. ഒരു ജോലിയുമില്ല, കൂലിയുമില്ല. അവൻ്റെ അടുത്താണെങ്കിൽ ഇഷ്ടം പോലെ പണവും പലതരത്തിലുള്ള വാഹനങ്ങളും. ആ മക്കളെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ചോദിച്ചാൽ പറയും ബിസിനസ്സാണെന്ന്. എന്ത് ബിസിനസ്? പഠിപ്പുമില്ല, വിദ്യാഭ്യാസവുമില്ല, പണമുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കണം. മക്കളെ കെട്ടിച്ചു വിടുമ്പോൾ നമുക്കൊന്നും ഒരു കാരണവശാലും മനസ്സിലാക്കാൻ പറ്റില്ല. ഇന്ന് ഏറ്റവും പണമുണ്ടാക്കാൻ എളുപ്പം ഇതന്നെയാണ് ജോലി. ഇന്ന് ഏറ്റവും എളുപ്പം വിപണിയിലെത്തിക്കാൻ പറ്റുന്ന സാധനമാണിത്. കച്ചവടം ചെയ്യാനും എളുപ്പം, ഉപയോഗിക്കാനും എളുപ്പം. ഇത് പോലീസ് പിടിച്ചു കഴിഞ്ഞാലോ അതും എളുപ്പം. വെറും 3 മാസം കൊണ്ടല്ലേ പുറത്തിറങ്ങുന്നത്. പിന്നെ എങ്ങനെയാണ് ഇത് വ്യാപകമാകാതിരിക്കും? ഇതിനെ ചൊല്ലി ഇന്നത്തെ മക്കൾക്ക് പേടിയില്ലാതായിരിക്കുന്നു. എല്ലാ അക്കിലും മുക്കിലുമൊക്കെ കുട്ടികളിങ്ങനെ ഇരുന്നിട്ട് കാണാം. പീഡിക ചെയ്തിക്കൊക്കെ ശ്രദ്ധിക്കണം. അവരോടൊന്ന് പറയാൻ പോലും പേടിയാണ്. കയറി അടിച്ചേക്കും. ചെറിയ മക്കളായിരിക്കും. ചെറിയ മക്കൾ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ബിസിനസ് നടത്തുന്നത്. എന്നുവെച്ചാൽ പാവം വീട്ടുകാരൊന്നും അറിയുന്നില്ല. മക്കളെടുത്ത് പണമുണ്ട്, അത് നമ്മൾ ചോദ്യം ചെയ്യണം. ഒരു പെണ്ണിൻ്റെ ജീവിതമാണ് ഇല്ലാതാക്കിയത്. അവൻ്റെ തൊലിക്കെട്ടിയൊന്ന് നോക്കണേ. നിക്കാഹ് കഴിഞ്ഞ് മണിക്കൂറുകൾക്കകം നവവരൻ MDMയുമായി അകത്തായി. ആ ഒരു വാർത്തയാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത്. ആളെ പേരും സ്ഥലമൊന്നും നമ്മൾ പറയുന്നില്ല. സോഷ്യൽ മീഡിയയിൽ ആകെ ഉണ്ട് ആളെ പേരും ഫോട്ടോസും അടക്കം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ ആ ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ. അവൻ്റെ കാറും പണവും കണ്ട് നിശ്ചയിച്ച വിവാഹമായിരിക്കും ചിലപ്പോൾ ഇത്. ഒന്നും അന്വേഷിച്ചുണ്ടാവില്ല. നല്ല സുന്ദരനായ ചെറുപ്പക്കാരൻ, കയ്യിൽ നിറയെ പണവും പിന്നെ വാഹനവും, അടിപൊളി ചെറുക്കനും. ഒന്നും നോക്കിയില്ല. ലാളിച്ച് കൊഞ്ചിച്ചു വളർത്തിയ സ്വന്തം മോളെ അവന് പിടിച്ചുകൊടുത്തു. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മക്കൾക്ക് വിവാഹം ആലോചിക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് ഏറെ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. ഒരുപാട് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഒരു സാധനമാണിത്. പെട്ടെന്ന് മനസ്സിലാവുന്ന സാധനമല്ല. സ്വന്തം വീട്ടുകാർക്ക് പോലും മനസ്സിലാവുന്നില്ല. ഈ ഒരു പുതിയാപ്പിളനെ പിടിക്കുന്നത് നല്ല ആഘോഷത്തിലുള്ള ആർഭാടത്തിലുള്ള വിവാഹമായിരുന്നു കഴിഞ്ഞത്. ചെറുക്കൻ എന്താണെന്ന് ചോദിച്ചാൽ ബിസിനസ്സാണ്. തീർന്നല്ലോ. എന്തിൻ്റെ ബിസിനസ്സാണെന്നും നമുക്കറിയണ്ട. നമുക്ക് പണവും പ്രതാപവും മാത്രം ലക്ഷ്യം. ഈ ഒരു നാണക്കേടിൽ നിന്നും അവൻ എങ്ങനെയാണ് തല ഉയർത്തി നടക്കുക? അതിന് പ്രശ്നമില്ലല്ലോ. ലജ്ജയില്ലാത്തവന് എന്ത് നാണം അല്ലേ? ലജ്ജ നഷ്ടപ്പെട്ടാൽ പിന്നെ മനുഷ്യനൊന്നിനും കൊള്ളൂല. നാണവും മാനവും ഒന്നും ഉണ്ടാവില്ല. പുതിയ പെണ്ണിൻ്റെ വീട്ടിൽ നിന്നാണ് പോലീസുകാർ മയക്കുമരുന്ന് കണ്ടെത്തിയത്. പുതിയാപ്പിളിനെ കൂട്ടി വരിക. വഴിയിൽ ചെക്കിങ്ങിനിടെ കാറിൽ നിന്നും പോലീസ് കണ്ടെത്തിയത് മയക്കുമരുന്നായിരുന്നു. നേരെ ചെറുക്കനും കൂട്ടി പുതിയ പെണ്ണിൻ്റെ വീട്ടിലേക്ക് വരിക. ആ ഒരു രംഗം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. പുതിയാപ്പിളിനെയും കൂട്ടി വരിക പോലീസ്, കയ്യിൽ വിലങ്ങും വെച്ച്, അതും പെണ്ണിൻ്റെ വീട്ടിലേക്ക്. അത് മനസ്സിൽ കാണുമ്പോൾ തന്നെ തൊലി ഉരിഞ്ഞു പോവുകയാണ്. ഇത് ഒളിച്ചു വെച്ചിരിക്കുന്നത് പെണ്ണിൻ്റെ മണിയറയിലെ ബാത്റൂമിലാണത്രേ. അയാളൊക്കെ സമ്മതിച്ചു, ഞാനിത് ബിസിനസ് നടത്താനും സ്വന്തം ഉപയോഗിക്കാനുമാണെന്ന്. എന്ത് നല്ല സുന്ദരനായ ചെറുപ്പക്കാരൻ. ആരാണ് മക്കൾക്ക് കെട്ടിച്ചു കൊടുക്കാതിരിക്കുക? ഭംഗിയും പണവും മാത്രമല്ല, അവൻ്റെ കുടുംബവും ചുറ്റുവട്ടവും ഒക്കെ നമ്മൾ പരിശോധിക്കണം. ആദ്യം കൂട്ടുകാരുമായിട്ടുള്ള ബന്ധമാണ് നമ്മൾ അറിയേണ്ടത്. ഇവരുടെ കൂട്ടുകാരും ഇവരിയ്ക്കുന്ന സ്ഥലത്തുമായിരിക്കണം നമ്മുടെ അന്വേഷണം തുടങ്ങേണ്ടത്. എന്നാലേ മനസ്സിലാകൂ. ഒരു പെണ്ണിൻ്റെ സ്വപ്നമാണ് ഇന്നിവിടെ കല്യാണ പന്തലിൽ പൊലിഞ്ഞുപോയത്. ഒരൊറ്റ എണ്ണത്തിന് വിശ്വസിക്കാൻ പറ്റില്ല പ്രിയപ്പെട്ടവരെ. മക്കൾ ചതിക്കുന്ന കാലഘട്ടമാണിത്. മനസ്സിലാവില്ല ആർക്കും. നിത്യേന പിടിച്ചുകൊണ്ടിരിക്കുകയാണ് മയക്കുമരുന്ന്. അങ്ങനെ കാറിൽ നിന്നും വീട്ടിൽ നിന്നുമാണ് ഈ ചെറുപ്പക്കാരൻ്റെ പക്കൽ നിന്നും MDM പിടിച്ചെടുത്തത്. പ്രതിയെ പോലീസ് കൊണ്ടുപോയിട്ടുണ്ട്. ഇനി കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ 3 മാസം. ഇതിപ്പോൾ ഇതിലൂടെ പണം ഉണ്ടാക്കുന്നവർ പണം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഒന്ന് പോലീസ് സ്റ്റേഷനിൽ കയറിയാലും എന്താ, പണം കയ്യിലായല്ലോ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ. നമ്മുടെ മക്കളെ നന്നായി ശ്രദ്ധിക്കുക. ഇന്നത്തെ മക്കളോട് നമ്മൾ ഒരു കൂട്ടുകാരെ പോലെ ഇടപഴകി ജീവിക്കാൻ നോക്കുക. കാലഘട്ടം അതാണ്. അല്ലാതെ ഞാൻ ഉപ്പയാണ്, ഞാൻ ഉമ്മയാണ്, ഞാൻ ജ്യേഷ്ഠനാണ് എന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അവരുടെ അടുത്ത് അതൊന്നും നടപ്പില്ല. അവരോടൊരു കൂട്ടുകാരെ പോലെ അവരുടെ പുറകെ കൂടി
അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും നമ്മൾ മനസ്സിലാക്കുക. എന്നാലേ ഇന്നത്തെ മക്കളെ നമുക്ക് പിടികിട്ടുകയുള്ളൂ. അല്ലാതെ മക്കൾ കൊണ്ടുവരുന്ന വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെ വാങ്ങിച്ചു വെക്കുമ്പോൾ ഒരു ദിവസം ഇതുപോലെ തൊണ്ടി മുതലുമായി സുന്ദരനായ നമ്മുടെ മോൻ്റെ കയ്യിൽ വിലങ്ങും വെച്ച് വീട്ടിലേക്ക് വരുന്ന അവസ്ഥ നമ്മൾ കാണേണ്ടി വരും. അന്ന് നെഞ്ചത്തടിച്ചിട്ട് കരഞ്ഞിട്ടൊന്നും യാതൊരു കാര്യമില്ല. നമ്മളായിട്ട് ആളുടെ പേരും സ്ഥലവും ഒന്നും പറയുന്നില്ല. ഒരു മനുഷ്യന് നന്നാവാനുള്ള അവസരം നമ്മളായിട്ട് ഇല്ലാതാക്കുന്നില്ല. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവരും ദുആ ചെയ്യുക. റമദാൻ മാസമാണ്. ഞാനും നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.